വിടുവായത്തരത്തിൻ്റെ മൂർത്തിമത് ഭാവമേ, നിന്റെ പേരോ സ്മൃതി പരത്തിക്കാട്. പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. അസൂയ, കുശുമ്പ്, കഷണ്ടി മൂന്നിനും ഈ ലോകത്ത് പ്രോപ്പറായിട്ടുള്ള മരുന്നില്ല. അതുപോലെയാണ് വീണ ജോർജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹപ്രവർത്തകയോട് എത്രമാത്രം അസൂയ ഉള്ളിൽ കുടിയേറി കിടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അടിച്ച ആ വിടുവായത്തരത്തിലുണ്ട്. അതൊരു വിടുവായത്തരം മാത്രമല്ല, ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യ ചിന്തയുടെ ഭാഗം കൂടിയാണ്. വീണ ജോർജിനെ ഒഴിവാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവമുഖം കൂടിയായ വീണ ജോർജ് ഇല്ല. സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജ് ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ നേരത്തെ കൽപ്പിക്കപ്പെട്ടിരുന്നു. വീണ ജോർജ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരം ക്ഷണിതാവായി വീണ ജോർജിനെ. സ്ത്രീ എന്നൊരു കവചത്തിനകത്ത് കയറിയിരുന്നാണ് ഈ തോന്നിവാസം മുഴുവൻ വിളിച്ചു പറയുന്നത്. പേര് മാധ്യമപ്രവർത്തകയാണത്രേ. കഴിഞ്ഞ ഒരു ദിവസം വരുത്തിയ തെറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇതിനെ പാഴെന്നല്ലാതെ മറ്റൊരു വാക്ക് വിളിക്കാൻ കഴിയില്ല. വീണ ജോർജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇരുന്ന ഇരിപ്പിന് യാതൊരു പരിശോധനയില്ലാതെ ഒറ്റ തള്ളടിച്ചതാണ് നിങ്ങൾ കേട്ടത്. വീണ ജോർജിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ആദ്യം തട്ടിവിട്ടത്. എന്നാൽ വീണ ജോർജ് ഇതുവരെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇല്ലെന്ന് ഈ മരപ്പാഴിന് അറിയാത്തൊരവസ്ഥ. വീണ ജോർജിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കിയെന്നറിഞ്ഞപ്പോൾ പിന്നെയും കിടന്നു മെഴുകുന്നു. ആദ്യം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി, പിന്നീട് ഒഴിവാക്കിയില്ലെന്ന് തിരുത്തുന്നു. ക്ഷണിതാവാക്കിയെന്ന വാർത്ത വന്നപ്പോൾ മൊത്തത്തിൽ മെഴുകൽ. പിന്നീട് P. ജയരാജൻ സമ്മേളനത്തിനെത്തിയില്ല എന്ന് അടുത്ത തള്ളൽ. അതും പൊളിഞ്ഞു. ജയരാജൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അരുൺകുമാർ തിരുത്തി കൊടുക്കേണ്ട അവസ്ഥ. MP രാജേഷ് സമ്മേളനവേദിയിൽ എത്തിയില്ല എന്ന് മറ്റൊരു തള്ളു. അതിനെയും അരുൺകുമാർ തിരുത്തി കൊടുത്തു. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. എന്നാൽ പൊട്ടത്തരങ്ങളും വിടുവായത്തരങ്ങളും ആന മണ്ടത്തരങ്ങളും അറിവില്ലായ്മയും അത് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഭൂഷണമാണ്. പക്ഷേ ഇതെല്ലാം ഒരു അലങ്കാരമായി കൊണ്ട് നടന്ന് സ്വന്തം വിവരക്കേട് കൊണ്ട് ഒരു മാധ്യമപ്രവർത്തകയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ മഹതിയായിരിക്കും ഈ പറയുന്ന സ്മൃതി. അറിവില്ലായ്മയുടെ നിറകുടമാണെന്നും വിവരമില്ലായ്മയും വകതിരിവില്ലായ്മയും എത്ര ആഴത്തിലുള്ളതാണെന്ന് സ്വന്തം നാവ് കൊണ്ട് തന്നെ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകയുടെ ലേബലിൽ കയറി ഒരു ചാനലിൻ്റെ തലപ്പത്തിരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിലൂടെ ഈ നാട്ടിൽ മാധ്യമപ്രവർത്തകരിൽ പ്രത്യേകിച്ച് വനിതയായിട്ട് ചില കസേരകൾ കിട്ടാനുള്ള പ്രിവിലേജ് എന്തൊക്കെയെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഒപ്പം അർഹിക്കാത്ത ചില പദവിയിലെത്തിയതിന് ശേഷം സമൂഹത്തിലെ മറ്റുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് സഹപ്രവർത്തകർക്ക് പോലും ഏതെങ്കിലും ഒരിടത്ത് ഒരു വീഴ്ച പറ്റി എന്ന് അറിയുന്നതിൽ എത്രമാത്രം സന്തോഷം കൂടി ഉണ്ടെന്ന് നോക്കണേ. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില മാതൃകകളായിട്ടുള്ള സ്ത്രീകളെന്ന് പറയേണ്ടി വരികയാണ്. അതും മാധ്യമ മേഖലയിൽ നിന്ന് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. വിവരവും വകതിരുവുമില്ലെങ്കിൽ വാ തുറക്കാതിരിക്കുന്നതാണ് അന്തസ്സെന്നും, അല്ലാതെ വിടുവായത്തരം ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞാൽ സമൂഹം എങ്ങനെയാണ് സ്ത്രീ എന്നൊരു കവചത്തിനകത്തിരുന്നു കൊണ്ട് ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്, അവരെ മനസ്സിലാക്കുന്നത്, അവരെ വിലയിരുത്തുന്നത് എങ്ങനെയെന്ന് ഓരോരുത്തർക്കും കണ്ടു പഠിക്കാൻ പറ്റുന്ന ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സ്മൃതി പരുത്തിക്കാടെന്ന് ഇന്നലത്തെ സമ്പൂർണ്ണ വിടുവായത്തത്തോടു കൂടി ബോധ്യപ്പെടുകയാണ്.